കായംകുളം കായലിലെ കൊച്ചോളങ്ങളുടെ തഴുകലേറ്റും ഹരിതഭംഗി പുതച്ചു നിൽക്കുന്ന മനോഹരമായ പുതുപ്പള്ളി എന്ന ശാന്തസുന്ദരമായ ഗ്രാമം. കൽപ്പകവൃക്ഷങ്ങളാലും നെൽപ്പാടങ്ങളാലും വിഭവസമൃദ്ധമായ കായൽ പ്രദേശങ്ങളാലും അനുഗ്രഹീതമായ ഈ ചെറുഗ്രാമം 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ പുതുപ്പള്ളിയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ചരിത്രവും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തോടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ചരിത്രവും ആരംഭിക്കുന്നു. മാവേലിക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മിഷണറി റവറൻ ജോസഫ് പീറ്റിന്റെ ധീരോജ്വലമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പുതുപ്പള്ളിയിലും മാറ്റങ്ങളുടെ കാറ്റ് വീശി തുടങ്ങിയത്. 1852 പുതുപ്പള്ളിയിൽ സഭ സ്ഥാപിക്കപ്പെട്ടു. അതേ തുടർന്ന് 1860കളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി മിഷൻ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. അന്നു മുതലുള്ള പഴമയുടെ ചരിത്രം ഇവിടുത്തെ CMS LP സ്കൂളിന് ഇന്നും പറയുവാനുണ്ട്. തിരുക്കൊച്ചി ആംഗ്ലിക്കൻ മഹാ ഇടവക ബിഷപ്പ് CH ഗിൽ തിരുമേനിയുടെയും ഇടവക പട്ടക്കാരൻ റവറൻ TI ചെറിയാനച്ചന്റെയും കാലഘട്ടത്തിൽ 1906 പുതുപ്പള്ളിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമായി. ആദ്യകാലങ്ങളിൽ സെക്കൻഡ് ഫോറം വരെ മാത്രമേ ക്ലാസുകൾ ഉണ്ടായിരുന്നുള്ളൂ. തുടർ വിദ്യാഭ്യാസത്തിനായി കായംകുളം ഡിപ്പാർട്ട്മെന്റൽ സ്കൂളിലും കോട്ടയം CMS കോളേജ് ഹൈസ്കൂളിലും ഈ സ്കൂളിൽ നിന്നും കുട്ടികൾ പ്രവേശനം നേടി. സ്കൂൾ ആരംഭകാലത്ത് യാത്രാ സൗകര്യം കുറവായിരുന്നുവെങ്കിലും പുരാതന കാലം മുതൽ തന്നെ പുതുപ്പള്ളിയിലേക്ക് ജലപാതയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. മിഷണറിമാരും മറ്റു പ്രമുഖ വ്യക്തികളും ജലമാർഗമായിരുന്നു പണ്ട് പുതുപ്പള്ളിയിലും ദേവാലയത്തിലും എത്തിയിരുന്നത്. നാട്ടുരാജാക്കന്മാരുടെ ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ചുമടുതാങ്ങികൾ ഇന്നും സ്മരണയ്ക്കായി ഈ സ്കൂൾ അങ്കണത്തിൽ കാത്തുസൂക്ഷിക്കുന്നു. ഏറ്റവും മികച്ച അധ്യയന അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ഈ സ്കൂൾ ഇന്നും അനേകായിരം വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നുകൊണ്ട് ഒരു നാടിന്റെ തന്നെ വെളിച്ചമായി നിലകൊള്ളുന്നു. എന്ത് ദർശനത്തോടെയാണോ മിഷണറിമാർ ഈ സ്ഥാപനം ആരംഭിച്ചത്, അതേ പകട്ടോടെ ഈ നാടിന്റെ സ്വത്തായി 120 വർഷത്തെ ചരിത്രങ്ങളുടെ ശേഷിപ്പുമായി ഈ അക്ഷരമുത്തശ്ശി വളരുകയാണ്. വരൂ കൂട്ടരെ, നമുക്കും ഈ വിദ്യാലയത്തിനൊപ്പം സഞ്ചരിക്കാം.